ഹലോ സ്റ്റുഡൻസ്, 2025 നിങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ പബ്ലിക് എക്സാം SSLC അല്ലേ. SSLCയിലെ ഫുൾ A+ ആണ് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാക്സിമം റിസൾട്ട്. എല്ലാ വിഷയത്തേക്കാൾ ഉപരി മാത്സിനെ ചിലരൊക്കെ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വർഷം നമ്മളും മാത്തമാറ്റിക്സിൽ A+ എത്തണം. ഈ ചെറിയ സമയം കൊണ്ട് എങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത്, ഈസി ആയിട്ട് എങ്ങനെയാണ് 80 ഔട്ട് ഓഫ് 80 എബവ് 70 എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളതാണ് ചെറിയൊരു സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ഓക്കെ അല്ലേടാ? യെസ്. നമ്മുടെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമാറ്റിക് സീക്വൻസ് അല്ലേ, സമാന്തര ശ്രേണികൾ. രണ്ടാമത്തത് സർക്കിൾസ്, വൃത്തങ്ങൾ. മൂന്നാമത്തത് സാധ്യതകളുടെ ഗണിതം, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. നാലാമത്തത് രണ്ടാം കൃതി സമവാക്യങ്ങൾ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. അഞ്ചാമത്തത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ട്രിഗണോമെട്രി അല്ലേ, ത്രികോണമിതി. ആറാമത്തത് സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ്. ഏഴാമത്തെ ചാപ്റ്റർ തൊടുവരകൾ, ടാൻജൻസ്. എട്ടാമത്തെ ചാപ്റ്റർ സോളിഡ്സ് ആണ്, ഘനരൂപങ്ങൾ. ഒൻപതാമത്തെ ചാപ്റ്റർ ജ്യാമിതിയും ബീജഗണിതവും, ജിയോമെട്രി ആൻഡ് ആൾജിബ്ര. പത്താമത്തെ ചാപ്റ്റർ ബഹുപദങ്ങൾ, പോളിനോമിയൽസ്. 11ാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവര കണക്ക്. ഈ 11 ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഏതെല്ലാം ചാപ്റ്ററുകൾ കണക്ട് ചെയ്ത് പഠിക്കാം എന്നുള്ളത് നോക്കാം. എല്ലാ ചാപ്റ്ററും 11 ചാപ്റ്റർ ഉണ്ടല്ലോ, ഞാൻ പഠിച്ചു തീരില്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഏതൊക്കെ ചാപ്റ്റർ ഉണ്ട് നോക്കൂ നിങ്ങൾ. ഇവിടെയുള്ള രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ്, വൃത്തങ്ങളും. ദെൻ നമുക്കുള്ള ഏഴാമത്തെ ചാപ്റ്റർ ടാൻജൻസ്, തൊടുവരകളും ഒരുമിച്ച് പഠിക്കേണ്ട ചാപ്റ്ററാണ്. ശരിയല്ലേടാ? എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ബോർഡ് എക്സാമിലേക്ക് എല്ലാവരും ഓൾമോസ്റ്റ് പ്രിപ്പയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ശരി. ദെൻ ആറാമത്തെ ചാപ്റ്ററിലെ സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ്. ആൻഡ് 9th ചാപ്റ്റർ ജിയോമെട്രി ആൻഡ് ആൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും കണക്ട് ചെയ്ത് ഒരുമിച്ച് പഠിക്കേണ്ട ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതും ഒരുമിച്ച് തന്നെ ആയിരിക്കും. മറ്റൊരു പെയറായിട്ടുള്ളത് 4ാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാം കൃതി സമവാക്യങ്ങളും. 10ാമത്തെ ചാപ്റ്റർ ബഹുപദങ്ങളും, പോളിനോമിയൽസ്. ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. ഏറ്റവും മിനിമം ഈ 6 ചാപ്റ്ററുകളെ നിങ്ങൾ ഇങ്ങനെ പെയറുകളാക്കി പഠിക്കണം. സർക്കിൾസ് ആൻഡ് ടാൻജൻസ്, അതുപോലെ തന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ്, കോർഡിനേറ്റ്സ് ആൻഡ് ജിയോമെട്രി ആൾജിബ്ര. ക്ലിയർ അല്ലേ? ഇത് ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. ദെൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയി പഠിക്കേണ്ട ചാപ്റ്ററാണ് ബാക്കിയുള്ള അരിത്തമാറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ, ട്രിഗണോമെട്രി, ത്രികോണമിതി, സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവര കണക്ക്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം, സോളിഡ്സ്, ഘനരൂപങ്ങൾ. ഈ ചാപ്റ്ററുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ദെൻ നമുക്ക് എങ്ങനെയാണ് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പല വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. SLC ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്. പൊതുവിൽ ആ പാറ്റേൺ അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിനും എത്ര വെയിറ്റേജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ കണ്ടുവരാറുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചില വർഷങ്ങളിലൊക്കെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ 4 ചോദ്യം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിലേതെങ്കിലും 3 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്നുള്ളത് നമുക്ക് നോക്കാം. ആകെയുള്ള 80 മാർക്കിന് നമുക്ക് 110 മാർക്കിനുള്ള ചോദ്യങ്ങൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒരു ചാപ്റ്ററിൽ നിന്ന്, ഒരു പാഠത്തിൽ നിന്ന് എത്ര മാർക്കിനാണ് കൃത്യമായിട്ട് വരിക എന്നുള്ളത് നമുക്ക് ടോട്ടലി പറയാൻ വേണ്ടി പറ്റില്ല. 110 മാർക്കിൽ എത്ര മാർക്കിനാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ശരിയല്ലടാ? യെസ്. ആദ്യത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണികൾ, അരിത്തമാറ്റിക് സീക്വൻസ്. ഒരു ചാപ്റ്റർ എന്നുള്ള നിലക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്ന ചാപ്റ്ററാണ് സമാന്തര ശ്രേണികൾ. 19 മാർക്കിന്, 110ൽ 19 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം മിക്ക വർഷങ്ങളിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അഥവാ 11 പാഠങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്കിന്, ഏറ്റവും കൂടുതൽ സ്കോർ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. നമ്മൾ ആദ്യം തന്നെ പഠിച്ച ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും ഈസി ആയിരിക്കും, ഇഷ്ടമുള്ള ചാപ്റ്റർ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് 7th ചാപ്റ്റർ ടാൻജൻസ്, വൃത്തങ്ങളും തൊടുവരകളും. ഈ 2 ചാപ്റ്ററിനും കൂടെ ഒരുമിച്ചാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. 21 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ദെൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ്, രണ്ടാം കൃതി സമവാക്യങ്ങളും ബഹുപദങ്ങളും. ഈ 2 ചാപ്റ്ററിനും കൂടെ ചേർന്നിട്ട് നമുക്കൊരു 7-8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് 110 മാർക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക.
സോ ഈ ചാപ്റ്റർ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. ദെൻ കോർഡിനേറ്റ്സ് ആൻഡ് ജോമെട്രി ആൻഡ് ഓൾജിബ്ര. ഈ ചാപ്റ്ററും അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. വളരെ ഈസിയാണ്, ഈസി സ്കോറിംഗ് ചാപ്റ്ററാണ്. ഇവിടെ നിന്ന് മാത്രം 21 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ 2 ചാപ്റ്ററിൽ നിന്ന് മാത്രം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മറ്റൊന്നുള്ളത് 6ാമത്തെ ചാപ്റ്റർ സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് ആൻഡ് 9ാമത്തെ ചാപ്റ്റർ 9th ചാപ്റ്റർ ജോമെട്രി ആൻഡ് ഓൾജിബ്ര ജ്യാമിതിയും ബീജഗണിതവും. ഈ 2 ചാപ്റ്ററിന് കൂടി മാത്രം 19 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ഒരുമിച്ച് പഠിക്കേണ്ട ചാപ്റ്ററാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇത്തിരി ഒരുപാട് ഫോർമുലകൾ പഠിക്കാനുള്ള ചാപ്റ്ററാണ് സോളിഡ്സ് ഘനരൂപങ്ങൾ. 13 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ടോട്ടലി 110 മാർക്കിൽ ഈ ചാപ്റ്ററിന് വരാറുള്ളത്. ദെൻ നമുക്കൊക്കെ വളരെ ഈസി ആയിട്ടുള്ള 2 ചാപ്റ്റർ ഉണ്ട് അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതിവിവര കണക്ക് 7 മാർക്കിൻ്റെ ചോദ്യം അവിടുന്ന് വരാം. ഒന്നുകിൽ ഒരു 5 മാർക്കിൻ്റെ മാത്രം ചോദ്യവും ആവാറുണ്ട്. 2 മാർക്കിൻ്റെ ഒരു ചോദ്യം കൂടെ ഉണ്ടാവുകയാണെങ്കിൽ 2 മാർക്കിൻ്റെ ഒരു ചോദ്യം കൂടെ ഉണ്ടാവുകയാണെങ്കിൽ ടോട്ടലി 7 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ആ ചാപ്റ്ററിന് ടോട്ടലി 110 മാർക്കിലുള്ളത്. ദെൻ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് വളരെ ഈസി ആയിട്ടുള്ള ഈ 11 പാഠങ്ങളിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ സാധ്യതകളുടെ ഗണിതം. അതിൽ നിന്ന് 6 മാർക്കിൻ്റെ ചോദ്യം സാധാരണ വരാറുണ്ട്. ട്രിഗണോമെട്രി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആദ്യമായിട്ടാണ് ത്രികോണമിതി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 14 മാർക്കിൻ്റെ ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. ഇങ്ങനെയാണ് ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിനാണ്, എത്ര വെയിറ്റേജ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ പഠിക്കേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ, ആദ്യത്തെ 4 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദെൻ അടുത്ത പാർട്ട് ബി എന്ന് പറയുന്നത് 5 മുതൽ 10 വരെയുള്ള 6 ചോദ്യങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അതിന് ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതമാണ്. ദെൻ 11 മുതൽ 21 വരെയുള്ള 11 ചോദ്യങ്ങളിൽ 8 ചോദ്യങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അതിനൊക്കെ 4 മാർക്ക് വീതമാണ്. ദെൻ 22 മുതൽ 29 വരെയുള്ള ആകെ അവസാനത്തെ ചോദ്യം വരെയുള്ള ചോദ്യങ്ങളിൽ 5 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള നല്ല ചോദ്യങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അവസാനത്തിൽ 22 മുതൽ 29 വരെയുള്ള 8 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് മാത്രമാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അതിനെല്ലാം 5 മാർക്ക് വീതമാണ് വെയിറ്റേജ് ഉള്ളത്. സോ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ. ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഓരോ ചാപ്റ്ററിനും നമ്മൾ എന്താണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സ്കൂൾ ടീച്ചേഴ്സൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ഏറ്റവും മിനിമം പാസ്സാകുന്ന ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ മാത്തമാറ്റിക്സിൽ അറിയപ്പെടുന്ന കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻസ്, വരക്കാനുള്ള ചോദ്യങ്ങൾ. സാധാരണ ഒരു 6 ചോദ്യങ്ങൾ വരക്കാനുള്ളതായിട്ട് പറയാറുണ്ട്. ഏതൊക്കെയാണ് വരക്കാൻ വേണ്ടി പഠിക്കേണ്ട 6 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. സർക്കിൾസിലെ ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് ലെങ്ത് 5 cm ആൻഡ് ബ്രെഡ്ത്ത് 3 cm ആൻഡ് ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുള്ള ചതുരം വരച്ച് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. എപ്പോഴും വരാറുള്ള ഒരു ചോദ്യമാണ് അല്ലേ. അല്ലെങ്കിൽ ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ അതേ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കാം. വശം √12 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു സമചതുരം വരയ്ക്കാം. എപ്പോഴും ചോദിക്കാറുള്ള ഒരു കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് 2 ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ ഉള്ളത് ട്രിഗണോമെട്രിയിൽ നിന്നാണ്. സർക്കം സർക്കിൾ പരിവൃത്തം വരയ്ക്കുന്ന ചോദ്യം. ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവാറുള്ളത്? ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 2 ആംഗിൾസ് 32.5 ഡിഗ്രി 37.5 ഡിഗ്രി ആൻഡ് ഡ്രോ എ സർക്കിൾ വിച്ച് പാസസ് ത്രൂ ഓൾ ദ 3 വെർട്ടീസസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഇങ്ങനെയുള്ളൊരു ത്രികോണം വരച്ചിട്ട് ആ ത്രികോണത്തിൻ്റെ 3 മൂലയിലൂടെ കടന്നു പോകുന്ന വൃത്തം വരയ്ക്കുക. നമുക്കറിയാം അങ്ങനെയുള്ള ചോദ്യം വരയ്ക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഉത്തരം എഴുതുമ്പോൾ ആദ്യം വൃത്താണ് വരയ്ക്കുന്നത്. എന്നിട്ട് തന്നിരിക്കുന്ന കോണുകളുടെ ഇരട്ടി എടുത്തിട്ട് നമ്മൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ ഒരു ചോദ്യം നിർബന്ധമായിട്ടും 3ാമത്തെ കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പഠിക്കണം. ദെൻ മറ്റ് 3 ചോദ്യങ്ങൾ സർക്കിൾസ് കഴിഞ്ഞാൽ ടാൻജൻസ് പോലെ കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻസ് ഉള്ള തൊടുവരകൾ ചാപ്റ്റർ. തൊടുവരകൾ എന്നുള്ളതിൽ നിന്ന് 3 ചോദ്യങ്ങൾ കൺസ്ട്രക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡ്രോ എ ട്രയാങ്കിൾ, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ആൻഡ് ഡ്രോ എ ടാൻജന്റ് ത്രൂ എനി പോയിന്റ് ഓഫ് ദി സർക്കിൾ. 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ച് ഏതെങ്കിലും ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന തൊടുവര വരയ്ക്കുക. 1. രണ്ടാമത്തത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ആൻഡ് ഡ്രോ 2 ടാൻജൻസ് ഫ്രം ആൻ ഔട്ട്സൈഡ് പോയിന്റ് വിച്ച് ഈസ് 8 cm അപ്പാർട്ട് ഫ്രം ദ സെന്റർ. കേന്ദ്രത്തിൽ നിന്ന് 8 സെന്റിമീറ്റർ അകലെയുള്ള ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് 2 തൊടുവരകൾ വരയ്ക്കുക. ഈ ഒരു ചോദ്യവും സാധാരണ കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. മറ്റൊരു ചോദ്യം ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ആൻഡ് ഡ്രോ 2 ടാൻജൻസ്
ഫ്രം ആൻ ഔട്ട്സൈഡ് പോയിന്റ് വിച്ച് ഈസ് 8 സെന്റിമീറ്റർ അപ്പാർട്ട് ഫ്രം ദ സെന്റർ. 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ച് കേന്ദ്രത്തിൽ നിന്ന് 8 സെന്റിമീറ്റർ അകലെയുള്ള ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് 2 തൊടുവരകൾ വരയ്ക്കാം. ഇതാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നിർബന്ധമായിട്ടും ആദ്യം പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത് ഇത് വരയ്ക്കാനാണ്. ദെൻ മൂന്നാമത്തെ ഒരു ചോദ്യം ഇൻ സർക്കിൾ അന്തർവൃത്തം വരയ്ക്കാനാണ്. സാധാരണ ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 50 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി വിത്ത് സൈഡ്സ് ആസ് ദ ടാൻജൻസ് ഓഫ് ദി സർക്കിൾ. 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ച് 50 ഡിഗ്രി 60 ഡിഗ്രി കോണുകളുള്ള ഈ വൃത്തത്തിന്റെ തൊടുവരകൾ വശങ്ങളായുള്ള ഒരു ത്രികോണം വരയ്ക്കുക. ഇങ്ങനെയുള്ള 3 ചോദ്യങ്ങൾ വരയ്ക്കുന്ന ചോദ്യങ്ങളായിട്ട് ഈ ചാപ്റ്റർ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ടോട്ടലി 6 ക്വസ്റ്റ്യൻസ്. മക്കളെ, ഈ 6 ക്വസ്റ്റ്യൻസിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ ഈ 80 മാർക്കിന്റെ പരീക്ഷയിൽ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ അത് നിർബന്ധമായിട്ടും എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ദെൻ എല്ലാ ചാപ്റ്ററിലുള്ള ഫോർമുലകൾ, സൂത്രവാക്യങ്ങൾ, എന്തൊക്കെയാണ് സമവാക്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സമാന്തര ശ്രേണിയിൽ എല്ലാവർക്കും അറിയണം പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊതുവ്യത്യാസം സമം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. എന്നാം പദം എല്ലാവർക്കും അറിയാം f+n-1 × d. സമ്മ് തുക എന്ന് പറയുന്നത് n/2 × 2f+n-1 × d. ഇതാണ് പ്രധാനപ്പെട്ട 3 ഇക്വേഷൻസ്. ദെൻ അതിന് പുറമെ പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ് n is equal to അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് +1. xn - x1 ബൈ d +1 എന്നാണ് നമ്മൾ സൂത്രവാക്യമായിട്ട് പഠിച്ചത്. ദെൻ എണ്ണൽ സംഖ്യകളുടെ തുക n × n+1/2. നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് n × n+1/2 ആണ്. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. ദെൻ സെക്കൻഡ് ചാപ്റ്ററിന് ഏറ്റവും കൂടുതലായിട്ട് അറിയേണ്ട സർക്കിൾസിന്റെ റിലേഷൻസ്, പ്രധാനമായിട്ടും PA × PB = PC × PD. നമ്മൾ ഒരുപാട് തവണ പഠിച്ച അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. ദെൻ കേന്ദ്രകോണിന്റെ പകുതിയാണ് മറുചാപത്തിലെ കോൺ, ഹാഫ് ദ സെൻട്രൽ ആംഗിൾ കോൺസെപ്റ്റ്. ദെൻ ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അന്തർവൃത്തത്തിലെ കോൺ മട്ടക്കോണാണ്, 90 ഡിഗ്രിയാണ് എന്നുള്ള കോൺസെപ്റ്റ്. ദെൻ സാധ്യതകളുടെ ഗണിതം എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സാധ്യത എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. ശരിയല്ലേ? ആകെ സാധ്യത ഛേദത്തിലും സംഭവിക്കുന്ന സാധ്യത അംശത്തിലും എഴുതും. അതിൽ ജാമിതീയ സാധ്യതയും കൂടെ പഠിച്ചു പോകണം. കഴിഞ്ഞ ചില വർഷങ്ങളിലൊക്കെ ജാമിതീയ സാധ്യതയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ അതാണ് മറ്റൊന്ന് ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സൂത്രവാക്യം വെച്ചിട്ട് x is equal to -b ± √b² - 4ac/2a. ഇത് വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന ഇക്വേഷൻസ് അധികവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഡയറക്റ്റ് ആയിട്ടൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാം കൃതി സമവാക്യം സോൾവ് ചെയ്യാനല്ല. അതിലെ വേർഡ് പ്രോബ്ലംസ്, ഒരു കാര്യം രണ്ടാളുകളുടെ വയസ്സൊക്കെ തമ്മിലുള്ള റിലേഷൻ തന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറില്ലേ? ആ ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്തിട്ട് അത് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്, വർഗത്തിക മെത്തേഡൊക്കെ ഉണ്ട്. ഏറ്റവും എളുപ്പം ഇക്വേഷൻ ആണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ അതിൻ്റെ സൊല്യൂഷൻസ് കാണുക, പരിഹാരങ്ങൾ കാണുക. ദെൻ 5ാമത്തെ പാഠം ട്രിഗണോമെട്രി. നമ്മൾ അടിപൊളിയായിട്ട് 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആംഗിൾസ് ഒക്കെ സൈനും കോസും ടാനൊക്കെ പഠിച്ചതാ. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, എതിർവശം ബൈ കർണം. കോസ് സമീപവശം ബൈ കർണം, ടാൻ എതിർവശം ബൈ സമീപവശം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ഈ കോണുകളുള്ള ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ, മേൽക്കോൺ, കീഴ്ക്കോൺ, ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഇതൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ സം ടൈംസ് ഈ ആംഗിളിന്റെ സൈൻ കോസ് ടാൻ വാല്യൂസ് തരില്ല. നമുക്കറിയാം sin 31/2, cos 61/2 ഇങ്ങനെയുള്ള റിലേഷൻസ് ഒക്കെ നമുക്കറിയാം. ഇത് പാട്ടുപാടിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. sin 31/2, cos 61/2, tan 30 is 1/√3, sin 60 cos 30 √3/2 and tan 60 √3 അല്ലേ. sin cos 45 1/√2 and tan 45 1 അതല്ലേ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും പാട്ടൊക്കെ പാടിയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഇക്വേഷൻസ് നിർബന്ധമായിട്ടും സൈൻ കോസ് ടാൻ്റെ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ സൂചക സംഖ്യകൾ, അകലം, ഡിസ്റ്റൻസ് ഫോർമുല √(x2 - x1) + y2 - y1 എല്ലാവർക്കും അറിയാം. മധ്യബിന്ദു കാണാൻ x1 + x2/2, y1 + y2/2. ദെൻ ടാൻജൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ഓൾമോസ്റ്റ് ചില കാര്യങ്ങളൊക്കെ അറിയാം. PA × PB = PC² വരുന്ന ആ ഒരു ചോദ്യം നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം. ദെൻ നമ്മൾ ഫുൾ സ്കോർ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ആ ചാപ്റ്ററിൽ നിന്ന്
റേഡിയസ് ഇസ് ഈക്വൽ ടു ഏരിയ ബൈ സെമി പെരിമീറ്റർ, ആർ ഇസ് ഈക്വൽ ടു എ ബൈ എസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അന്തർവൃത്തത്തിന്റെ ആരം കാണാൻ, ഇൻ സർക്കിളിന്റെ റേഡിയസ് കാണുന്ന ഇക്വേഷൻ. അതിൽ തന്നെ എന്തായിരുന്നു ഏരിയ? ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് എ ബി സി അറിയാമെങ്കിൽ എസ് ആണ് സെമി പെരിമീറ്റർ, അർദ്ധ ചുറ്റളവ്, എങ്കിൽ ഏരിയ എന്തായിരുന്നു? പരപ്പളവ് എന്തായിരുന്നു? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഈ ഒരു കാര്യം നമുക്ക് നിർബന്ധമായിട്ടും ആ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ സ്ക്വയർ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം പഠിക്കേണ്ട ഇക്വേഷൻസ് ആണ്. വളരെ റയർ ആയിട്ടാണ് അവിടുന്ന് ചോദ്യങ്ങൾ വരാറുള്ളത്. ദെൻ ഏറ്റവും കൂടുതൽ ഫോർമുലയുള്ള ചാപ്റ്റർ ആണ് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ, ദാറ്റ് ഈസ് ഘനരൂപങ്ങൾ, സോളിഡ്സ്. സോ അതിൽ നിന്ന് എല്ലാം കൂടെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ 2-3 സോളിഡ്സിന്റെ മാത്രം ഇക്വേഷൻസ് അടിപൊളിയായിട്ട് പഠിച്ചു പോവാം. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് നിർബന്ധമായിട്ടും കോണാണ്, വൃത്തസ്തൂപികയാണ്. വൃത്തസ്തൂപികയുടെ പാദപരപ്പളവ്, ദെൻ വക്രതല പരപ്പളവ്, കേർവ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, വോള്യം, വ്യാപ്തം ഒക്കെ നിർബന്ധമായിട്ടും എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ദെൻ ബാക്കിയുള്ള ഫോർമുല ഒക്കെ നിങ്ങൾ പഠിക്കണേ. ദെൻ 9ാമത്തെ ചാപ്റ്റർ ജിയോമെട്രി ആൻഡ് ഓൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും. നല്ല അടിപൊളി ചാപ്റ്റർ ആണ്. സൂചക സംഖ്യകളുടെ ബാക്കിയാണ്. സ്ലോപ്പ്, വരയുടെ ചെരിവ് എന്തായിരുന്നു? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. വരയുടെ സമവാക്യം y മൈനസ് y1 ബൈ x മൈനസ് x1 ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ? യെസ്. വൃത്തത്തിന്റെ സമവാക്യം എന്തായിരുന്നു? വൃത്തത്തിന്റെ സമവാക്യം സെന്ററിന്റെ കോർഡിനേറ്റ്സ് h, k ആണെങ്കിൽ, കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ h, k ആണെങ്കിൽ x മൈനസ് h ദി ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ ആണ്. സെന്റർ ഒറിജിൻ ആണെങ്കിൽ, ആധാരബിന്ദു ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഇതാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. 10ാമത്തെ ബഹുപദങ്ങൾ, പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എക്സ് മൈനസ് എ ഒരു ഘടകമാണെങ്കിൽ പി ഓഫ് എ 0 ആണ്, എക്സ് ഇസ് ഈക്വൽ ടു എ ഒരു പരിഹാരമാണ്, സൊല്യൂഷൻ ആണ്. ഈ ഒരു കാര്യം നന്നായിട്ട് അറിഞ്ഞിരിക്കുക. കെന്റെ വാല്യൂ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ദെൻ അവസാനത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവരക്കണക്ക്, മധ്യമം, മീഡിയൻ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് അവിടുന്ന് ഉണ്ടാവുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ടേബിൾ തന്നുകൊണ്ട് മധ്യമം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടുന്ന് ഉണ്ടാവുക. ദെൻ സംടൈംസ്, ചിലപ്പോഴൊക്കെ ആ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന്റെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. റെഡി അല്ലടാ? ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സമയത്ത് ചെയ്യേണ്ടതും അത് തന്നെയാണ്. നിങ്ങൾക്ക് കഴിഞ്ഞൊരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചാൽ കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു പാറ്റേൺ ഉണ്ട്. എല്ലാവർക്കും പറയാൻ പറ്റും ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ ചോദ്യം എങ്ങനെ ഉണ്ടാവാറുള്ളത്. ഇൻ ദ ഗിവൺ സീക്വൻസ് 2, 5, 8, 11, എക്സെട്ര, വാട്ട് ഈസ് ദ 11th ടേം? അത് ചില വർഷങ്ങൾ എന്താണ് 10ാമത്തെ പദം, എന്താണ് 12ാമത്തെ പദം, അങ്ങനെയുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചോദ്യം അത് തന്നെയാണ് മിക്ക വർഷവും ഉണ്ടാവാറുള്ളത്. 2ാമത്തെ ചോദ്യം നമുക്ക് തന്നെ പറയാൻ പറ്റും. 2ാമത്തെ ചോദ്യം വൃത്തങ്ങളിൽ നിന്നാണ് ഉണ്ടാവാറുള്ളത് അല്ലേ? കേന്ദ്ര കോണ് തന്നിട്ട് ബാക്കി 2-3 കോണൊക്കെ ചോദിക്കും. ദെൻ 3ാമത്തെ ചോദ്യം ഒന്നുകിൽ സാധ്യതകളുടെ ഗണിതത്തിൽ നിന്ന് ഒരു പെട്ടിയിൽ നിന്ന് ഇത്ര കറുത്ത പന്തും വെളുത്ത പന്തും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുള്ള ചോദ്യം, അല്ലെങ്കിൽ അതേ ചോദ്യം അവസാനത്തെ ചാപ്റ്ററിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് നിന്ന് എന്ത് ചോദിക്കാറുണ്ട്? ശരാശരി കാണുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ ബഹുപദത്തിൽ നിന്ന് ഒരു 4ാമത്തെ ചോദ്യം അവിടെ ഉണ്ടാവാറുണ്ട്. പി ഓഫ് എക്സ് എന്നുകൊണ്ട് എന്താണ് പി ഓഫ് 3 കാണുക, എക്സ് മൈനസ് എ ഘടകമാണെന്ന് പരിശോധിക്കുക എന്ന പോലെ ചോദ്യം. ഇതൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ. നമുക്ക് തന്നെ ക്വസ്റ്റ്യൻസ് അറിയാമെന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ച് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ എല്ലാ ക്വസ്റ്റ്യനും പറയാൻ പറ്റും. സോ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ആദ്യം ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, പബ്ലിക് എക്സാം, മോഡൽ എക്സാം, സേ എക്സാം, ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തിട്ട് സോൾവ് ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. റെഡിയല്ലേ മക്കളെ? ഇനി അടിപൊളിയായിട്ട് സ്കൂളിലെ മോഡൽ എക്സാം എഴുതുക. 2025 ഒരുപാട് പ്രത്യേകത മാത്തമാറ്റിക്സിൽ ഉണ്ടല്ലേ. 2025 2025 എന്നുള്ളത് ഏത് നമ്പറിന്റെ വർഗ്ഗമാണ്? സ്ക്വയർ ആണ്. 45ന്റെ സ്ക്വയർ ആണ്. ശരിയല്ലേടാ? യെസ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2025 ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ ജനിച്ച വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ തന്നെയുള്ള ആദ്യത്തെ പബ്ലിക് എക്സാമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ നാട്ടുകാർക്കൊക്കെ മിക്കവർക്കും അറിയാം നിങ്ങൾ SSLC ആണെന്ന്. അഥവാ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ വർഷമാണ്. ഈ വർഷം നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവണം. അതിൽ തന്നെ മാത്തമാറ്റിക്സിൽ A+ വാങ്ങുക എന്നുള്ളത് ഒരു കട്ട ഹീറോയിസമാണ്. സോ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്സിലും നിങ്ങൾക്ക് A+ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്.